റിച്ച് ആയിട്ടുള്ള പീപ്പിൾസ് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ജീവിതം മുഴുവൻ ഈസി ആയിട്ട് ജീവിച്ചു തീർക്കും. എന്നാൽ പുവർ പീപ്പിൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. പക്ഷേ ജീവിതം മുഴുവൻ ഹാർഡായിട്ട് ജീവിക്കേണ്ടി വരും. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് കഴുതയെ പോലെ ജീവിക്കണോ ജീവിതം മുഴുവൻ, അല്ല രാജകുമാരിയെ പോലെയും രാജകുമാരനെ പോലെയും ജീവിക്കണോ? അപ്പം എല്ലാവരും പറയും രാജകുമാരിയെ പോലെയും രാജകുമാരനെ പോലെയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴുതയെ പോലെ കഷ്ടപ്പെടാൻ തയ്യാറാവണം, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഒക്കെ എല്ലാവരും സമ്മതിക്കുമെങ്കിലും പക്ഷേ എൻ്റെ ഒരു ഫലത്തിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത്, ഇവരാരും തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ 1, 2, 3 മാസം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ തന്നെ മതി അവർക്ക് നല്ല രീതിയിൽ പോകാൻ. അതുപോലും ചെയ്യാതെ നമ്മൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ? ഈ കാണുന്ന എല്ലാ കോടീശ്വരന്മാരെയും റിച്ചായിട്ടുള്ള ആൾക്കാരെയും അവരൊക്കെ ജീവിതം ഭയങ്കര ഹാർഡായിട്ട് തുടങ്ങിയവരാണ്. എന്തിനേയും വാശിയോടുകൂടി പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഹാർഡായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ഈസിയായി ജീവിച്ചു പോകുന്നത് കാണാൻ പറ്റും. സമ്പന്നരെ കാണുന്ന സമയത്ത് മറ്റുള്ളവർ പറയും, സമ്പന്നരല്ലാത്തവർ പറയും, അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ്, ഇങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ്, അത് പറ്റിച്ച പൈസയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതാണ്. അറിയാം, നമ്മൾ മുമ്പിൽ നിന്ന് ചിരിക്കുന്നവർ പോലും പുറകുന്ന് പറയുന്നുണ്ട്, അനുഭവമില്ലോണ്ട് പറയുന്ന. എന്നാൽ യഥാർത്ഥത്തിൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുന്നവർ റിച്ചാവാൻ പറ്റും. എന്നാൽ പുവർ പീപ്പിൾസ് അവർക്കറിയാം ഹാർഡ് വർക്ക് ചെയ്താൽ നന്നാവും, ജീവിക്കാൻ പറ്റുന്നു. പക്ഷേ തൽക്കാലം ഇതൊക്കെ മാറ്റി വെച്ച് അവർ ഈസി ജോബിൽ ചെയ്യാൻ നോക്കും. പഠിക്കാൻ മടി, നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാൻ മടി കാണിച്ച ഒരുപാട് ആൾക്കാരല്ലേ. ഇപ്പോൾ അവർ പഠിക്കാൻ തുടങ്ങിയാൽ അവർ ഗംഭീരമായിട്ട് വിജയിക്കും. പക്ഷേ അവർ ജീവിതത്തിൽ വിജയിക്കാത്തതിന് കാരണം അവർ ഹാർഡായിട്ട് ചെയ്യാൻ തയ്യാറാവാതെ ഈസി ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോയി, ഈസിയായി അഴകുമ്പനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് അങ്ങനെ പോയി. പിന്നെ അവർ ജീവിതത്തിൻ്റെ അവസാനം വരെ കഴുതയെ പോലെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഹാർഡായിട്ട് ജീവിച്ച് തീർക്കുന്ന അവസ്ഥയെ കാണുന്നു. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന അവസരത്തിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നവരായി മാറട്ടെ, സമ്പന്നനായി മാറാൻ സാധിക്കട്ടെ. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്തത്, ഹാർഡ് വർക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം ഈസിയുള്ളതായി മാറി.